മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് സോയാ ചങ്ക്സ് കൊണ്ടൊരു പെരട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പം ഇത് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ നല്ലതാണ്. സോയാ ചങ്ക്സ് കഴിക്കാത്തവരും ഇതേ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ കഴിക്കും. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോയാ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ വളരെയേറെ പോഷകഗുണങ്ങളുള്ള ഒന്നാണല്ലോ. അപ്പം ഹൃദയാരോഗ്യത്തിന്, നമ്മുടെ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ്. പ്രോട്ടീൻ റിച്ചാണ്. അപ്പം ഇതിനായിട്ട് ഞാൻ ഒരു 200 ഗ്രാം ചെറിയ സോയാ ചങ്ക്സാണ്. ഇതിൻ്റെ പകുതി മുക്കാലെടുക്കും കേട്ടോ. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു അതായത് 150 ഗ്രാമോളം സോയാ ചങ്ക്സ് ഇട്ട്, ചെറുതാണ്, ഉപ്പും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തുകൊണ്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വെച്ച് തണുത്ത വെള്ളം ഒഴിച്ച് 2 പ്രാവശ്യം കഴുകി നമ്മളിത് വെള്ളം പോകാനായിട്ട് സ്ട്രെയിനറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രെയിനറിലേക്ക് മാറ്റി വെള്ളമെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇതിനകത്ത് വെള്ളം കുടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ കുടിച്ച വെള്ളമെല്ലാം നമ്മൾ പിഴിഞ്ഞ് കളയണം, എങ്കിലേ ഇതിനകത്ത് മസാല പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വീർത്തിരിക്കുകയാണ്, ഡബിൾ ഇരട്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേ രീതിയിൽ നമ്മൾ തുണിക്കകത്ത് വേണമെങ്കിലും വെച്ച് പിഴിഞ്ഞെടുക്കാം. നമ്മൾ പിഴിയത്തില്ല തുണിക്കകത്ത് വെച്ച്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒട്ടും വെള്ളം നിൽക്കത്തില്ല. ഇതിപ്പോൾ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാം ഞെക്കി പിഴിഞ്ഞെടുത്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കാനായിട്ടൊരു 3 വലിയ സവാള ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 തക്കാളി, പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് നീളത്തിൽ, 2-3-4 ഏലയ്ക്ക. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് മതിയല്ലോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സവാളയെല്ലാം ഇതിനകത്ത് തന്നെ നിരത്തിയിടും. നമ്മളിതിപ്പോൾ ഒതുങ്ങിയ പാനല്ലല്ലോ, ഇങ്ങനെ വൈഡായിട്ടുള്ള പാനായതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ തടി കൊണ്ടുള്ള തവിയാണല്ലോ. അപ്പോൾ അത് ഇളക്കാൻ പാടാണ്. എങ്കിലും നമ്മൾ അതുകൊണ്ട് തന്നെ ചിക്കി ഇളക്കി എല്ലായിടും എണ്ണ വരത്തക്ക രീതിയിൽ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് എന്നിട്ട് നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന്, ഈ പാനായതുകൊണ്ട് തന്നെ എണ്ണ കുറച്ച് മതിയല്ലോ, അതിനാണ് ഞാൻ ഇതെടുത്തത് തന്നെ. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി ഇളക്കി നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം നമ്മുടെ ഈ സവാളയ്ക്കകത്ത് പിടിപ്പിച്ച് നമ്മളിത് നല്ലതുപോലെ ഇളക്കി, എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇത് സാധാരണ മൂക്കാനും പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ അതേ രീതിയിൽ ചെയ്തിട്ട് നമ്മൾ കൂട്ടിപ്പരട്ടി എണ്ണയ്ക്കകത്ത് ഇതൊന്ന് മൂപ്പിച്ച് വേവിച്ചെടുക്കും. മൂത്ത് വേവണം ഇങ്ങനെ, എന്നാലേ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലും പകുതി മുക്കാലോളം വെന്തിട്ടുണ്ട്. പകുതി മൂത്ത് വന്ന് നമ്മളിതിനകത്ത് ഇനിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.25 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സവാളയ്ക്കകത്ത് പിടിച്ചിരിക്കുന്ന വെളിച്ചെണ്ണ കൂട്ടി ചേർന്നിതങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ചേർത്തിട്ടുള്ളൂ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെ ചേർത്തിട്ടുള്ളൂ. അത് മതിയാവും ഈ പാനായതുകൊണ്ട്. അപ്പം ഇതിനകത്തിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും എല്ലാം മൂത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനിയും 1 ടീസ്പൂൺ കണക്കാക്കി ഞാൻ പെരിഞ്ജീരകം ചതച്ചത് ചേർക്കുന്നുണ്ട്. ചതച്ചതായതുകൊണ്ടാണ് ഇതിനകത്ത് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഏലയ്ക്ക പിന്നീട് ചേർക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പെരിഞ്ജീരകം ഇളക്കി മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഇതിനകത്ത് മസാലകൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ തന്നെ നമ്മുടെ സവാളയെല്ലാം നല്ല മൂത്ത് വെന്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ എല്ലാം ഇട്ട് മൂപ്പിച്ച്, പിന്നെ നമ്മളിതിലേക്ക് പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടായിരുന്നു. അത് മിസ്സിങ് ആയിപ്പോയി വീഡിയോ കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പം നമ്മൾ പച്ചമുളക് ഈ സമയത്ത് ഇടുന്നതെന്ന് വെച്ചാൽ വെന്തലുത്ത് പോകും നേരത്തെ ഇട്ടാൽ. അപ്പോൾ ഇങ്ങനെ ഇടുമ്പം അതേ രീതിയിൽ തന്നെ നമുക്ക് കെട്ടും, നമുക്ക് ഞരട്ടി കഴിക്കാൻ നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മസാലയിൽ നല്ല മൂത്ത് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല റെഡ് കളറായി. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണേൽ ചേർക്കാം, ഇതിപ്പം ഇത്രയും മതി. അപ്പം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത്, നമ്മൾ നേരത്തെ തക്കാളി ചേർത്ത് നമ്മുടെ മസാലയൊന്നും മൂക്കത്തില്ല. മൂത്ത് നല്ല ടേസ്റ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ മസാല മൂക്കണം. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ.
അപ്പോൾ തക്കാളി ഇതിനകത്ത് കിടന്ന് മൂത്ത് വെന്ത് നമ്മൾ ഈ സ്പൂൺ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിത് ഇളക്കാൻ പാടായതുകൊണ്ടാണ് ഈ സ്പൂൺ ഉപയോഗിച്ചത്. അപ്പോൾ ഈ സ്പൂണിൽ വെച്ച് ഇളക്കുമ്പം ശ്രദ്ധിച്ചോണം, ഇതിനകത്ത് സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ കേട്ടോ. എന്നിട്ട് വീണ്ടും കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ സോയാ ചങ്ക്സ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, വെള്ളമെല്ലാം തോർന്ന്. അപ്പം നമ്മുടെ ഈ മസാലകളൊക്കെ ഇനിയും നമ്മുടെ ഈ സോയാ ചങ്ക്സിൽ നിന്ന് പിടിക്കണമല്ലോ. അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ കാണും, അത്രയും വെള്ളം ഒഴിച്ച് കൂട്ടിപ്പരട്ടി മസാലയും നമ്മുടെ സോയാ ചങ്ക്സും കൂടെ ഒന്ന് കൂട്ടിപ്പരണ്ട് യോജിക്കണമല്ലോ. അതിനാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ. നമ്മളിതേ രീതിയിൽ കൂട്ടിപ്പരട്ടി വീണ്ടും കൂട്ടിപ്പരട്ടുന്നുണ്ട്, എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് അതിനകത്തൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പല തവണ നമ്മൾ വഴട്ടി പുരട്ടി പല തവണ അടച്ചും തുറന്നും ഇത് യോജിപ്പിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. പല തവണ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്പൂൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഈ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ചിക്കളകാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ. എന്നിട്ട് വീണ്ടും 1, 2, 3 പ്രാവശ്യം നമ്മൾ പലതവണ ഇങ്ങനെ അടച്ചും തുറന്നും എല്ലാം പാകപ്പെടുത്തി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ സോയാ ചങ്ക്സ് പെരട്ട് ഇവിടെ റെഡിയായി മക്കളെ. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇത് പറക്കി കഴിക്കാനും നല്ലതാണ്. നമ്മുടെ മുളകൊന്നും കണ്ട് ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം വളരെ ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, നമുക്ക് വെറുതെയും കോരി കഴിക്കാം, ചായയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എരിവും വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു മക്കളെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഹൈപ്പും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ മക്കളെ, അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.